Hello, I am Dr. Prajwal K. Rao, consultant aesthetic and plastic surgeon from Oriole Medline Kasaragod division, working at Shashireka Multispecialty Hospital, Kanyanad. Innathe topic aanu, it's a very commonest topic in the cosmetic world, that is called liposuction. So, this liposuction it is basically it's a minimal invasive surgery to remove the stubborn fat. In the simple term, this fat which നമ്മൾ സാധാരണ എക്സസൈസും ഇല്ലെങ്കിൽ ഡയറ്റിലും എടുക്കാതെ ഒരു എത്ര എക്സസൈസ് ചെയ്തോ എത്ര ഡയറ്റ് ചെയ്താലും നമുക്കൊരു ഫാറ്റ് എടുക്കാതെ ഒരു സ്റ്റബൺ ഫാറ്റ് ഉണ്ടാവും. ഇങ്ങനത്തെ ഫാറ്റ് എടുക്കാനാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞത് ലൈപ്പോസക്ഷൻ ആണ്. കുറേ ആൾക്കൊരു റോങ് നോഷൻ ഉണ്ട്, ലൈപ്പോസക്ഷൻ പറഞ്ഞാൽ വെയിറ്റ് ലോസ് പ്രോഗ്രാം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. ലൈപ്പോസക്ഷൻ പറഞ്ഞാൽ ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാം അല്ല, ഇറ്റ് ഈസ് ബേസിക്കലി ടു റിമൂവ് ദ സ്റ്റബൺ ഫാറ്റ് ഫ്രം ദ ഡിഫിക്കൽട്ട് ഏരിയാസ്. അപ്പോൾ ഈ ലൈപ്പോസക്ഷൻ എവിടേക്കെല്ലാം നമുക്ക് യൂസ് ആക്കാൻ പറ്റുമോ പറഞ്ഞാൽ വി ക്യാൻ ലിറ്ററലി ഡു ഇറ്റ് എനി പ്ലേസസ്. കോമണസ്റ്റ് നമുക്ക് ചെയ്യുന്നത് അണ്ടർ ദ ചിൻ, അണ്ടർ ദ ആംസ്, ഇല്ലെങ്കിൽ ചെസ്റ്റ്, ഇല്ലെങ്കിൽ അബ്ഡോമൻ, തൈസ്, ലെഗ്സ്, എല്ലാ റീജിയനിലും എവിടെ നമുക്ക് ഈ സ്റ്റബൺ ഫാറ്റ്സ് ഉണ്ട്, ദാറ്റ് ഓൾ ക്യാൻ ബി റിമൂവ് വിത്ത് സ്മോൾ ഹോൾ വിതൗട്ട് ഡൂയിങ് എനി ബിഗ് സർജറി. അപ്പോൾ ലൈപ്പോസക്ഷൻ ആർക്കാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ ദ പീപ്പിൾ ഹു ഡു റെഗുലർ എക്സസൈസ് ആൻഡ് ഡയറ്റ്. In spite of doing exercise, in a diet exercise ചെയ്തിട്ടും ചില areas if you cannot remove the fat, then they are the ideal candidate for liposuction because they can get the better shape and better definition of their abdomen and the chest. ഇതാണ് നമുക്ക് ലൈപ്പോസക്ഷൻ ഏറ്റവും ബെനിഫിറ്റ് ആണ്. ബട്ട് ഇത് നമ്മൾ in India what happens is most of the നമുക്കൊരു after the pregnancy, especially in females after the pregnancy, they take lot of rest. അപ്പോൾ റെസ്റ്റ് എടുക്കും, കുറച്ച് ഫുഡ് കൂടുതൽ എടുക്കും, എക്സസൈസ് ചെയ്യില്ല. സോ യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഈസ് ഈ വയറ് ചാടിയിട്ട് പുറത്ത് വരും, ഇല്ലെങ്കിൽ സൈഡ്സിനെല്ലാം ഫാറ്റ് ചാടിയിട്ട് പുറത്ത് വരും. ഫോർ സച്ച് പേഷ്യൻസ് ഓൾസോ വി ഓഫർ ലൈപ്പോസക്ഷൻ. അതിന് കൂടെ നമുക്കൊരു അബ്ഡോമൻ സർജറി, ഇത് രണ്ട് നമുക്ക് കോമ്പിനേഷൻ സർജറി നമുക്ക് ചെയ്യാറുണ്ടാവും. Even that is called mommy makeover. Even that also comes in the liposuction surgery. So in the liposuction, what are the technologies we have in the liposuction? So സാധാരണയായിട്ട് നമുക്കുള്ളത് ഒരു സക്ഷൻ ബേസ്ഡ് ലൈപ്പോസക്ഷൻ പറയും, വേർ ഒരു ചെറിയ ഹോൾ ചെയ്തിട്ട് നമുക്കൊരു ഫ്ലൂയിഡ്സ്, വി സെൻഡ് സം ഫ്ലൂയിഡ്സ് ഇൻ ടു ദ പാർട്ട് ഓഫ് ദ ബോഡി. ഇറ്റ് ഈസ് ബേസിക്കലി ഒരു മിക്സ്ചർ ഓഫ് ഒരു എന്താ പറയുക രക്തം ബ്ലീഡിങ് കൂടുതൽ ആവാത്ത ഒരു ഫ്ലൂയിഡ്സ് ആണ്. ദാറ്റ് വി ഇഞ്ചെക്ട് ഇറ്റ് ഫസ്റ്റ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ വി ഇൻസേർട്ട് ദിസ് കാനുലാസ് പറഞ്ഞ ഒരു ചെറിയൊരു ലോങ് ഒരു ട്യൂബ്സ് പോലെയാണ്, ഒരു ചെറിയൊരു 1 സെൻറ്റിമീറ്റർ താഴെ ഒരു ട്യൂബാണ്. ദാറ്റ് വി പുട്ട് ഇൻ ടു ദാറ്റ് ഏരിയ. അതിനാണ് നമുക്ക് ഈ ഫാറ്റ് എല്ലാം നമുക്ക് സക്ഷൻ ആക്കാൻ പറ്റും. സോ ഇനി സക്ഷൻ ബേസ് സിസ്റ്റം അത് ജസ്റ്റ് ഒരു നമുക്ക് ഫാറ്റ് സക്കാക്കി തരുക, അത്രയേ ഉള്ളൂ. ബട്ട് നെക്സ്റ്റ് സിസ്റ്റം വാട്ട് വി കം ഈസ് ഓൾഡ് പവർ അസിസ്റ്റഡ് ലൈപ്പോസക്ഷൻ. ഇതിലൊരു ബെനിഫിറ്റ് എന്താ പറഞ്ഞാൽ ഈ കാനുലാസ്, അത് എൻഡ്സ് ഓഫ് ദ കാനുലാസിൽ ദാറ്റ് വിൽ ബി കീപ്പ് ഓൺ വൈബ്രേറ്റിംഗ്. അപ്പോൾ എന്താ പറയുക, ഈ വൈബ്രേഷൻ എഫക്റ്റിൽ ഈ ഫാറ്റ് മൊത്തം കുറച്ച് ലൂസായിട്ട് പോകും, ആ ഫാറ്റ് പുറത്ത് നമുക്ക് എടുക്കാൻ കുറച്ച് ഈസി ആവും. പിന്നെ മൂന്നാമത്തെ സിസ്റ്റം വന്നത് ഒരു ലേസർ ലൈപ്പോസക്ഷൻ, വേർ വി ഡു ദ ലേസറിങ്. ലേസർ ചെയ്തിട്ട് നമുക്കൊരു ഫാറ്റ് എടുക്കാൻ പറ്റുള്ളൂ, വിച്ച് ഈസ് ഓൾസോ എൻ അഡ്വാൻസ് ടെക്നോളജി, വേർ നമുക്കൊരു സ്കിൻ റിട്രാക്ഷൻ പറഞ്ഞാൽ സ്കിൻ ഷേപ്പനിങ് ചെയ്യാൻ കുറച്ചൊരു ബെനിഫിഷ്യലാണ് ഈ ലേസർ ലൈപ്പോസക്ഷൻ. പിന്നെ നാലാമത്തെ സിസ്റ്റം വിച്ച് ഇസ് അഡ്വാൻസ് ടെക്നോളജി വാട്ട് വി ഗോട്ട് ഈസ് വേസർ ലൈപ്പോസക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് അൾട്രാസോണിക് ലൈപ്പോസക്ഷൻ. ഇതിലൊരു ബെനിഫിറ്റ് എന്താ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെയിം കാനുലാസ് പറഞ്ഞാൽ ഈ സ്മോൾ ട്യൂബ്സ് പോലെ നമ്മളൊരു ഈ പാർട്ടിനുള്ളിൽ വെക്കും. ആ ട്യൂബ്സിൻ്റെ എൻഡ്സിൽ ദേ വിൽ ബി സെൻഡിങ് സം അൾട്രാസോണിക് വേവ്സ്. ഈ അൾട്രാസോണിക് വേവ്സ് ആയിക്കുമ്പോൾ ബെനിഫിറ്റ് എന്താ പറഞ്ഞാൽ ദി ഫാറ്റ് വിൽ ഗെറ്റ് മെൽറ്റഡ് ആയി. ആക്ച്വലി ഈ ഫാറ്റ് എല്ലാം മെൽട്ടായിട്ട് വരും, ബട്ട് അതിൻ്റെ രക്തസഞ്ചാരം ഒന്നും ഡാമേജ് ആക്കാതെ ഈ ഫാറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു മേജർ ബെനിഫിറ്റാണ്. ബിക്കോസ് വേറെ എല്ലാ സിസ്റ്റംസിലും നമുക്ക് എന്താ ചെയ്യുക പറഞ്ഞാൽ ഈവൻ ദ സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ് ഓൾസോ കുറച്ച് ഡാമേജ് ആവാൻ ചാൻസസ് കൂടുതലാണ്. ബട്ട് ഇൻ ദ വേസർ ലൈപ്പോസക്ഷൻ വാട്ട് ഹാപ്പൻസ് ഇറ്റ് ഈസ് ജസ്റ്റ് ടാർഗറ്റ്സ് ദ ഫാറ്റ്. ആ ഫാറ്റ് മാത്രം എടുത്തിട്ട് വേറെ ഒന്നും ഡാമേജ് ആക്കാതെ നമുക്ക് ചെയ്യുന്ന സംഭവമാണ് വേസർ ലൈപ്പോസക്ഷൻ. ഇതിൻ്റെ ഒരു സെക്കൻഡ് ബെനിഫിറ്റ് ഉണ്ട് വേസർ ലൈപ്പോസക്ഷൻ. വാട്ട് ഈസ് ദാറ്റ് ഈസ് സ്കിൻ റിട്രാക്ഷൻ പറയും. പറഞ്ഞാൽ ഈ സ്കിന്നിൻ്റെ ഒരു ഡെർമിസ് ലെയർ എന്ന് പറയും. ഈ ഡെർമിസ് ലെയർ വാട്ട് ഹാപ്പൻസ് ദർ ഇസ് എ ലോട്ട് ഓഫ് കൊളാജൻ ഇൻ ദാറ്റ്. ഈ കൊളാജൻ റീമോഡലിംഗ് ഓൾസോ ഹെൽപ്സ് ത്രൂ ദിസ് വേസർ ലൈപ്പോസക്ഷൻ. ഈ കൊളാജൻ റീമോഡലിംഗ് എന്താവും പറഞ്ഞാൽ ബേസിക്കലി ദ സ്കിൻ വിൽ ഗോ ബാക്ക്, ഇറ്റ് വിൽ കം ഇൻ ടു ദ ഷേപ്പ്. അപ്പോൾ നമുക്കൊരു ആൾക്കാർക്ക് ഒരു 6 packs ഒരു വയറിലൊരു 6 packs കാണിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ഡൂ വിത്ത് ദ വേസർ ലൈപ്പോസക്ഷൻ. നമുക്കൊരു വി ക്യാൻ ഓൾവേസ് ക്രിയേറ്റ് എ 6 pack ഓർ 4 packs. ഈവൻ ഫീമെയിൽസിന് ഒരു ഷേപ്പിങ്ങും ഇല്ലെങ്കിൽ കൈയിൻ്റെ ഒരു ഷേപ്പിങ്ങും ഈവൻ ദ ബൈസസ് ബൾജ് ഓൾസോ എവറിത്തിങ് ക്യാൻ ബി ഡൺ വിത്ത് ദ വേസർ ലൈപ്പോസക്ഷൻ. ഇറ്റ്സ് ഓൾസോ കോൾഡ് എസ് വേസർ ലൈപ്പോസ്കൾപ്ചർ. പറഞ്ഞാൽ ഒരു ശില്പി പോലെയാണ് ബേസിക്കലി. സോ
എങ്ങനെയാണ് ഇതിൻ്റെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഹൗ മച്ച് ഡേയ്സ് യു ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ പറഞ്ഞാൽ യൂഷ്വലി ഇറ്റ് ഈസ് എ ഡേ കെയർ സർജറി ബട്ട് ഒരു ആൾക്കാർ ഡിപ്പെൻഡ്സ് ഓൺ ദ ലൈക്ക് പേഴ്സൺ ടു പേഴ്സൺ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം അഡ്മിഷൻ നമുക്ക് പറയാനുണ്ടാവും സോ ബേസിക്കലി യു ക്യാൻ കം ഇൻ ദ മോർണിംഗ് യു ക്യാൻ ഗെറ്റ് ദ സർജറി ഡൺ ഇൻ ദ നൂൺ ഒരു നൈറ്റ് നമ്മൾ തിരിച്ച് പോകാൻ പറ്റും ബട്ട് ഇഫ് യു ആർ ഫ്രം ഫാർ ഓഫ് പ്ലേസസ് വാട്ട് വി ടെൽ ഇസ് ദാറ്റ് ഒരു ദിവസം നിന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ദേ ക്യാൻ ഗോ ബാക്ക് ടു ദെയർ ഹോം സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ സർജറി കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ് ഇഫ് യു ഡു ഇൻ എ സേഫർ വേ in a good technique usually there is no complications in the liposuction. Coming to the നമുക്ക് after the surgery what are the like care we need to take പറഞ്ഞാൽ usually we give something like garments it's called like a jacket kind of thing which has to be worn പറഞ്ഞാൽ അത് ഒരു 24 മണിക്കൂർ നമുക്ക് വെക്കേണ്ടി വരും ഒരു മാസം വരെ നമുക്ക് ഇത് വെക്കേണ്ടി വരും ബിക്കോസ് ഒരു എഡിമ പറഞ്ഞാൽ ഒരു സർജറി ഏതേ സർജറി ചെയ്യുമ്പോൾ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും ആ സ്വെല്ലിംഗ് കുറയ്ക്കാനാണ് ഈ ഒരു ഗാർമെൻറ്റ് നമ്മൾ പറയാറുണ്ടാവും ദാറ്റ് ഗാർമെൻറ്റ് യു ഹാവ് ടു അപ്ലൈ റൗണ്ട് ദ ക്ലോക്ക് ഫോർ 1 month അത് കഴിഞ്ഞിട്ട് ദെൻ അതർ ഫ്യൂ തിങ്സ് വിച്ച് യു ഹാവ് ടു ടേക്ക് കെയർ ഇസ് ബേസിക്കലി യു ഹാവ് ടു ടേക്ക് ലോട്ട് ഓഫ് വാട്ടർ ഗുഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡയറ്റ് പിന്നെ ഒരു ഈവൻ ബർഗർ ആൻഡ് പിസ്സ അങ്ങനത്തെ ഫുഡ്സ് നമുക്ക് അവോയ്ഡ് ആക്കണം ദീസ് ആർ ദ തിങ്സ് യു ഹാവ് ടു ടേക്ക് കെയർ. And other things what you have to do after liposuction is basically you cannot do some heavy gymming work. Probably ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച ആകുമ്പോൾ then you can slowly start you doing your gymming work and slowly you can do the increasing your gymming work actually. ഇതാണ് some of the basic like do's and don'ts after the liposuction. I hope I have clarified in this small video about the liposuction. If you want any more details on liposuction, the treatment, the cost, you can always put in a comment box below. We will try to reply as soon as possible and get back to you. Thank you so much. Oriel Medline, where science cures and cares.